നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ ITC, SBEN, കുറച്ച് PSU കമ്പനികളുടെ ശക്തമായിട്ടുള്ള പിന്തുണ കാരണം നിഫ്റ്റി ഒരു റെക്കോർഡ് ക്ലോസ് ചെയ്തൊരവസ്ഥയിലാണ് നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ എസ്പെഷ്യലി ഒരു ഫണ്ട് ഇഞ്ചക്ഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു സിംഗിൾ ക്യാൻഡലിൽ ഒരു 300 പോയിൻ്റ് ഫോളും പിന്നീടൊരു റാലിയും നമ്മൾ കണ്ടു. ഇന്നലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ മെയിൻ കാര്യസ്ഥരെന്ന് പറയുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളാണ്. അവരെല്ലാ ദിവസവും ബൈയിങ് ആണ്. ഇന്നലെയും അവർ ബൈയിങ് 2685 കോടി രൂപയ്ക്ക് ഇന്നലെ അവർ ബൈ നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഇന്നലെയും അവർ 331 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ FIs ബൈ ചെയ്യുന്നത് കൊണ്ടാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. റീറ്റെയിലേഴ്സും DASും ആണ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത് പോകുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ആണുള്ളത്. നാളെ മാർക്കറ്റ് അവധി ആയതുകൊണ്ട് അത് മാർക്കറ്റിൽ ഇന്ന് കുറച്ച് കൂടുതൽ വോളറ്റിലിറ്റിക്കുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടാതെ തന്നെ ONGC, NTPC തുടങ്ങിയ കമ്പനീസ്, ബജാജ് ഓട്ടോ, ക്രിസിൽ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. അപ്പോൾ റിസൾട്ട് എന്നാണ് എന്നുള്ളത് നമ്മുടെ ട്രേഡ് വെഡി എന്ന് പറയുന്ന നമ്മുടെ ട്രേഡിംഗ് ഡിവിഷനിൽ ലഭ്യമാണ് നമ്മുടെ വെബ്സൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോകാം. അതുപോലെ തന്നെ മാർക്കറ്റ് സമയത്ത് വാർത്തകൾ ഇതുപോലെ ലഭിക്കാനായിട്ട് മാക്സിമം വാർത്തകൾ നമ്മളുടെ ഒരു ടെലഗ്രാം ചാനലും ഉണ്ട്. അതിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO എല്ലാം തന്നെ അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. വീണ്ടും മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 എക്സ്പയറിയാണ് ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. അതായത് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഒന്നും പറന്നിട്ടില്ല. എവിടെയാണോ ഇന്നലത്തെ 3:30 ക്ലോസിങ് അവിടെ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. എന്നാൽ US മാർക്കറ്റ് രണ്ടും പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ബിറ്റ്കോയിനിൽ ശക്തമായിട്ടുള്ളൊരു ബ്രേക്കൗട്ട് നടത്തി. എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യമുള്ളത് വേദാന്തയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. വേദാന്ത 8,000 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ജിയോ ഫിനാൻസ് സർവീസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് ഉള്ളത്. റവന്യൂ സ്ലൈറ്റ്ലി ഡൗൺ ആയിട്ടുണ്ട്. ഒരു മികച്ച രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിൽ ലോസ് ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടില്ല. ഒരു ഫ്ലാറ്റായ രീതിയിൽ റിസൾട്ട് വന്നു. സ്പൈസ് ജെറ്റ് നെറ്റ് പ്രോഫിറ്റ് 126 കോടി രൂപ. കഴിഞ്ഞ തവണ 6.5 കോടി രൂപ ലോസിൽ നിന്ന് ഈ തവണ മികച്ച ഒരു പ്രോഫിറ്റ് സ്പൈസ് ജെറ്റ് കരസ്ഥമാക്കി. ഏഞ്ചൽ വൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്നു, 297 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ ഇവരുടെ ടോട്ടൽ ക്ലയൻറ്റ് ബേസ് ഏകദേശം ഒരു 24 മില്യൺ ആയി എന്നുള്ള ഒരു ന്യൂസ്. 11% മാർച്ച് ക്വാർട്ടറിൽ നോക്കുമ്പോഴും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹഡ്സൺ അഗ്രോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 62% ഉയർന്നു, 130 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 10% ഉയർന്നു. കമ്പനി 6 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. NLC ഇന്ത്യ കമ്പനി ഒഡീഷയിൽ ഇവരുടെ പുതിയ കോൾ മൈൻ പ്രൊജക്റ്റ് കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ഗുരുഗ്രാമിൽ ഒരു 5 ഏക്കർ ലാൻഡ് മാനുഫാക്ചറിങ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി വാങ്ങിച്ചു. ഭാരത് അഗ്രി ഫെർട്ടിലിറ്റി കമ്പനി ഇവർ പുതിയൊരു പ്രൊജക്റ്റ് കിട്ടി, ഇവർക്ക് പുതിയൊരു ഓർഡർ കിട്ടി, 300 കോടി രൂപയുടെ ഓർഡർ. JNK ഇന്ത്യ കമ്പനി അവർക്കും ഒരു എക്സ്പോർട്ട് ഓർഡർ ഇൻ്റർനാഷണൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഉജാസ് എനർജി കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:4 എന്ന റേഷ്യോയിൽ. അതായത് 4 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 1 സ്റ്റോക്ക് എക്സ്ട്രാ കിട്ടും. കെൽട്രോൺ ടെക് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 15 നിന്ന് 19 കോടി രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. JMDC കമ്പനി ഇവർ മിനിസ്ട്രി ഓഫ് കോളായിട്ടൊരു പുതിയ കോൾ മൈനിങ് പ്രൊജക്റ്റ് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ധാരണാപത്രം ഒപ്പുവെച്ചു. ലെമൺ ട്രീ ഹോട്ടൽ ജാർഖണ്ഡിൽ ഇവരുടെ ഒരു പുതിയ ഹോട്ടൽ ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. ബൊഡാൻഡ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് 1:5 റേഷ്യോയിൽ. ഒരു സ്റ്റോക്ക് 5 സ്റ്റോക്കുകളാകും. അപ്പോൾ ഒരു സ്റ്റോക്ക് 5 സ്റ്റോക്ക് ആകുമ്പോൾ
ഡിവിഡൻഡ് ഇനിയിപ്പോൾ 5 കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അത് കിട്ടില്ല. ഫേസ് വാല്യൂയും കൂടി സ്പ്ലിറ്റ് ആവും. ഇനിയിപ്പോൾ ഡിവിഡൻഡിനെ സംബന്ധിച്ച് ഇപ്പോഴും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചാൽ എന്നാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. ഡിവിഡൻഡ് 3 ഡേറ്റ് ഉണ്ട്. ഒന്ന് അനൗൺസ്മെൻറ്റ്, ഒന്ന് റെക്കോർഡ് ഡേറ്റ്, ഒന്ന് പേ ഔട്ട് ഡേറ്റ്. പേ ഔട്ട് ഡേറ്റിനാണ് നമ്മൾ ഡിവിഡൻഡ് ചെക്ക് ചെയ്യേണ്ടത്. എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ബാങ്കിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് അനൗൺസ് ചെയ്യുന്ന ദിവസം, റെക്കോർഡ് ആ ദിവസം ആ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇൻ ദ സെൻസ് നമ്മുടെ ഡിമാറ്റിൽ ഉണ്ടാവണമെങ്കിൽ 2 ദിവസം മുമ്പ് വാങ്ങണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അറിവുകൾ വളർത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാൻ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $3,400 സ്പൈക്ക് ചെയ്ത് 64,600, ബ്രെൻ്റ് ഓയിൽ 84, ഗോൾഡും സ്പൈക്ക് ചെയ്ത് $2,421 പെർ ഔൺസ്. ഓസ്ട്രേലിയ, ചൈന നെഗറ്റീവാണ്. കൊറിയ, ജപ്പാൻ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം 1000 പോയിന്റ് ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ ഒന്ന് തിരിച്ച് കയറി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 14 ഇപ്പോൾ നിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് 3 റെഡിലാണ് അടച്ചിരുന്നത്. എന്നാൽ US മാർക്കറ്റ് 2 പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസിൻ്റെ പ്രകടനം എടുക്കുകയാണെങ്കിൽ ഇൻഫോസിസും വിപ്രോയും ഇടിഞ്ഞിരുന്നു. എന്നാൽ എക്സ്റ്റൻഡ് മാർക്കറ്റിൽ തിരിച്ച് കയറി, അതായത് ഫ്ലാറ്റായിരുന്നു. എന്നാൽ ICICIയും HDFC ബാങ്കും ഇതേ അവസ്ഥയാണ്. ഇടിഞ്ഞിരുന്നു, എന്നാൽ സ്ലൈറ്റ്ലി ഒരു തിരിച്ച് കയറിയിട്ടുണ്ട് എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ. അപ്പോൾ അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിലോ ഇന്ത്യൻ കമ്പനികളിൽ ഉള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലോ വലിയ പരിക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉള്ളത്. ഹയർ സൈഡിലേക്കുള്ള പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം അത് തീരുമാനിക്കപ്പെടേണ്ടത് FIs ആണ്. FIs ആണ് ഇനി തീരുമാനിക്കുന്നത് നിഫ്റ്റി ഇനി എത്രത്തോളം മുകളിലേക്ക് പോകണമെന്നുള്ളത്. എന്നാൽ മാർക്കറ്റ് താഴേക്ക് ഇടിയണമോ എന്ന് തീരുമാനിക്കാനായിട്ട് എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് സത്യം. റീറ്റെയിലേഴ്സിന് വലിയ പ്രധാന പങ്കുണ്ട്. കാരണം ഒരു പാനിക് സെല്ല് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ആയിരിക്കും. മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ FIസും സെല്ല് ചെയ്യും. പക്ഷേ മുകളിലേക്ക് പോകണമെങ്കിൽ FIs ആണുള്ളത്. അതുകൊണ്ട് തന്നെ FIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. FIസിന് ക്യാഷ് മാർക്കറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ട്രേഡും ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരെന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അവരുടെ ആക്ച്വൽ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതും നോക്കിയാൽ പോലും ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രത്യേക ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ ഇത് സംഭവിച്ചേക്കാം എന്നുള്ള ലിഖിതമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.